ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മൈ ദീപകുമാർ വ്ളോഗർ. അപ്പോൾ ഞാനൊരു പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരാഴ്ചയിലെ OTT റിലീസ് അപ്ഡേറ്റുകളും അതുപോലെ തന്നെ അപ്കമിങ് OTT റിലീസ് അപ്ഡേറ്റുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ വ്ളോഗാണ്. അതുപോലെ തന്നെ ഈ ഒരാഴ്ചയിൽ ഇപ്പോൾ സർപ്രൈസ് ആയിട്ട് കുറച്ച് OTT റിലീസുകൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡേറ്റിന് മുമ്പേ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയുമായി നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റാക്കുന്നതിനാൽ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ചെറിയൊരു ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് തന്നെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ OTT റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഹിന്ദി മൂവി അപ്ഡേറ്റ് ആണ്. കിൽ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ലക്ഷ്യ സെൻ അതുപോലെ തന്നെ രാഘജുവറൽ താനിയ എന്നിവർ കേന്ദ്രദാതായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു പക്ക ആക്ഷൻ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് അടിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു കിൽ എന്ന് പറയുന്നത്. ഈ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാറാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രത്തിന്റെ ഒരു ഹിന്ദി പതിപ്പ് ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ചിത്രത്തിന്റെ മലയാളം പതിപ്പടക്കം മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷയിലൂടെ ഇപ്പോൾ ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ മലയാളത്തിൽ മലയാളത്തിൽ കാണാവുന്നതാണ്. നല്ല ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് അടിച്ചിട്ടുള്ളൊരു ചിത്രമായിരുന്നു. ബോളിവുഡിൽ നല്ല കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ചിത്രമായിരുന്നു. പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു എന്താ പറയുക ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്നൊരു ചിത്രമായിരുന്നു. ആക്ഷൻ പാക്ഡ്, ഫുള്ളി പാക്ഡ് ആയിട്ടുള്ളൊരു ചിത്രമായിരുന്നു. അപ്പോൾ ഇത് കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാറിലൂടെ ചിത്രം മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ ചിത്രം കാണാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു ഹിന്ദി മൂവി അപ്ഡേറ്റ് ആണ്. മൂജിയ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അഭയ് വർമ്മ, സത്യരാജ്, സോന സിംഗ്, വരുൺ ധവാൻ എന്നിവർ കേന്ദ്രദാതായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഹൊറർ കോമഡി ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ചിത്രം മൂജിയ എന്ന് പറയുന്നത്. ഈ ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാറിലൂടെ കുറച്ച് നാളുകൾ മുമ്പ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ചിത്രത്തിന്റെ തെലുങ്ക്, തമിഴ് ഭാഷയിലൂടെയും ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ചിത്രം ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാറിലൂടെ ഈ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കൊട്ടുകാളി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സൂരി, അന്നാബൻ എന്നിവർ കേന്ദ്രദാതായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു അവാർഡ് ജോണർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു കൊട്ടുകാളി എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നേരത്തെ തന്നെ ആമസോൺ പ്രൈമും അതുപോലെ സിംപ്ലി സൗത്തും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. സിംപ്ലി സൗത്തിലൂടെ ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം 27 സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ചിത്രം ആമസോൺ പ്രൈമിലൂടെ ഒരു 2 ദിവസം മുമ്പേ ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ 27 സിംപ്ലി സൗത്തിലൂടെയും സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ സിംപ്ലി സൗത്തിലൂടെയും കാണാം. ഇപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ആമസോൺ പ്രൈമിലൂടെയും കാണാം. ചിത്രം ആമസോൺ പ്രൈമിലൂടെയും സ്ട്രീമിംഗ് ആരംഭിച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഞാൻ അതിൻ്റെ പേരിൽ പൊങ്കാല വരേണ്ട, കാണാൻ താല്പര്യമൊക്കെ എവിടെന്ന് വെച്ചാൽ കണ്ടോളൂ. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഭാരതനാട്യം എന്ന് പറയുന്ന ചിത്രത്തെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ സൈജു കുറുപ്പ്, സായി കുമാർ എന്നിവർ കേന്ദ്രദാതായിട്ട് അഭിനയിച്ച് ഒപ്പം തന്നെ ശ്രുതി സുരേഷ് അതുപോലെ തന്നെ നന്ദു പുതുവാൾ എന്നിവർ തകർത്ത് അഭിനയിച്ചുള്ള ഒരു കോമഡി എന്റർടൈൻമെന്റ് ഭാഗത്തിലൂടെ തന്ന ചിത്രമായിരുന്നു ഭരതനാട്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഭേദപ്പെട്ട കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നേരത്തെ തന്നെ മനോരമാക്സും ആമസോൺ പ്രൈമും സ്വന്തമാക്കിയിരുന്നു. ആമസോൺ പ്രൈമിലൂടെ ചിത്രം ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ത്യക്ക് പുറത്ത് ഓവർസീസിലാണ് ചിത്രം ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ 27 മനോരമ മാക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. മലയാള ഭാഷയിൽ തന്നെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് താല്പര്യമുള്ളവർക്കൊക്കെ ഈ ചിത്രം ആമസോൺ പ്രൈമിലൂടെയും അതുപോലെ തന്നെ മനോരമ മാക്സിലൂടെയും കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സരിപ്പോത ശനിവാരം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ നാനി അതുപോലെ തന്നെ SJ സൂര്യ എന്നൊരു കേന്ദ്രദാതായിട്ട് അഭിനയിച്ചുള്ള ഒരു മാസ് ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു സരിപ്പോത ശനിവാരം എന്ന് പറയുന്നത്. ചിത്രം തിയേറ്ററിൽ നല്ലൊരു കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയ നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ 26 നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഒഫീഷ്യലി ഇപ്പോൾ ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഡിമെൻറ്റി കോളനി 2 എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അരുൾനിധി അതുപോലെ തന്നെ പ്രിയ ഭവാനി ശങ്കർ എന്നിവർ കേന്ദ്രദാതായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഹൊറർ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ചിത്രമായിരുന്നു ഡിമെൻറ്റ് കോളനി 2 എന്ന് പറയുന്നത്. ഈ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയ C5 ആണ്. ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ 27 തമിഴ് ഭാഷയിലാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. കൂടെ പാൻ ഇന്ത്യ ഭാഷയിൽ ഉണ്ടോ എന്നുള്ള അപ്ഡേറ്റ് ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അത് നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പ്രതിനിധി 2 എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ നര രോഹിത് അതുപോലെ തന്നെ ജിഷു സെൻഗുപ്ത അതുപോലെ തന്നെ ഇന്ദ്രജ, ഉദയ് ഭാനു എന്നിവർ കേന്ദ്രദാതായിട്ട് അഭിനയിച്ചുള്ള ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ചിത്രമായിരുന്നു പ്രതിനിധി 2 എന്ന് പറയുന്നത്. ഏപ്രിൽ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഭേദപ്പെട്ട ഒരു കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് ഹാഹാ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ 27 ഹാഹാ പ്രൈമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. തെലുങ്ക് ഭാഷയിലാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഹാഹാ പ്രൈമിലൂടെ ചിത്രം കാണാവുന്നതാണ്.
ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. RTI എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വരലക്ഷ്മി ശരത് കുമാർ അതുപോലെ രാജേന്ദ്ര പ്രസാദ് എന്നിവർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ചുള്ള ഒരു കോർട്ടുമ ഡ്രാമ വിഭാഗത്തിലോട് താന്ന ഒരു ചിത്രമാണ് RTI എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ ETV വിൻ എന്ന് പറയുന്ന ഒരു OTT പ്ലാറ്റ്ഫോമാണ്. ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ 27 തെലുങ്ക് ഭാഷയിലൂടെ ചിത്രം ETV വിൻ എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ETV വിൻ എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഹിന്ദി വെബ് സീരീസിന് അപ്ഡേറ്റ് ആണ്. ടാസ ഗബ്ബർ എന്ന് പറയുന്ന ഒരു വെബ് സീരീസിന് അപ്ഡേറ്റ് ആണ്. ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു വെബ് സീരീസ് ആണ് ടാസ ഗബ്ബർ എന്ന് പറയുന്നത്. ഭുവൻ ബാം അതുപോലെ തന്നെ ശ്രേയ JD ശങ്കർ എന്നിവർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു വെബ് സീരീസ് ആണ് ടാസ ഗബ്ബർ എന്ന് പറയുന്നത്. 6 എപ്പിസോഡായിട്ട് ഇറങ്ങുന്ന ഒരു വെബ് സീരീസ് ആണ്. മലയാളം ഉൾപ്പെടെ പതിനഞ്ച് ഭാഷയിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെയാണ് ടാസ ഗബ്ബർ എന്ന് പറയുന്ന ഈ ഒരു വെബ് സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. ചിത്രം ഈ ഒരു വെബ് സീരീസ് ഈ വരുന്ന സെപ്റ്റംബർ 27 ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെ ഈ ഒരു വെബ് സീരീസ് കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ലവ് സിത്താര എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ശോഭിത ദുലിബാല അതുപോലെ തന്നെ നമ്മുടെ രാജീവ് സിദ്ധാർത്ഥ് എന്നിവർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് ത്രില്ലർ എന്റർടൈൻമെന്റ് വിഭാഗത്തിലൂടെ തന്ന ഒരു ചിത്രമാണ് ലവ് ത്രിതാര എന്ന് പറയുന്നത്. ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ 27 C5 ചിത്രം ഹിന്ദി ഭാഷയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. പതിനഞ്ച് ഭാഷയിലല്ല, ഹിന്ദി ഭാഷയിലാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. ഇനി അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ റിലീസ് ആയതിനു ശേഷമാണ് മറ്റുള്ള ഭാഷയിൽ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന അപ്ഡേറ്റ് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇതുവരെയുള്ള അപ്ഡേറ്റ് പ്രകാരം ചിത്രം ഹിന്ദി ഭാഷയിലൂടെയാണ് ലവ് സിത്താര എന്ന് പറയുന്ന ഒരു ചിത്രം ഡയറക്റ്റ് OTT റിലീസായിട്ട് C5 എത്തുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സ്ട്രീറ്റ് 2 എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ശ്രദ്ധ കപൂർ അതുപോലെ തന്നെ രാജ്കുമാർ റാവു, പങ്കിജ് ത്രിപാഠി എന്നിവർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഹൊറർ കോമഡി ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താന്ന ചിത്രമായിരുന്നു സ്ട്രീറ്റ് 2 എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ റേറ്റ് അടിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു സ്ട്രീറ്റ് 2 എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് ആമസോൺ പ്രൈമാണ്. ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ ഹിന്ദി ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. 2 വയസ്സിലാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുള്ളത്. കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ആമസോൺ പ്രൈമിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ആനന്ദപുരം ഡയറീസ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മീന അതുപോലെ ശ്രീകാന്ത്, ജാഫർ ഇടുക്കി, മനോജ് കെ ജയൻ എന്നിവർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിലൂടെ തന്ന ചിത്രമാണ് ആനന്ദപുരം ഡയറീസ് എന്ന് പറയുന്നത്. ചിത്രം ഈ വരുന്ന ഒക്ടോബർ 4 മനോരമ മാക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതിനായിട്ട് ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. മലയാള ഭാഷയിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ദളപതി വിജയ് കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ച് ഒപ്പം തന്നെ പ്രശാന്ത്, ജയറാം, പ്രഭുദേവ, അജ്മൽ അമീർ എന്നിവർ കൂടി തകർത്ത് അഭിനയിച്ചുള്ള ഒരു എന്താ പറയുക ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ചിത്രമായിരുന്നു ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം തിയേറ്ററിൽ ഭേദപ്പെട്ട കളക്ഷനൊക്കെയാണ് നേടിയെടുത്തത്. വലിയ രീതിയിലുള്ള ബ്ലോക്ക് ബസ്റ്റർ റേറ്റൊന്നും അടിച്ചില്ല. ഒരു ഭേദപ്പെട്ട ഒരു കളക്ഷനൊക്കെ നേടി റെക്കോർഡ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം ഒഫീഷ്യലി ചിത്രം ഒക്ടോബർ റിലീസ് ചെയ്യുന്നുള്ള നെറ്റ്ഫ്ലിക്സിന്റെ ഭാഗത്ത് ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. മേ ബി ചിത്രം ഈ വരുന്ന ഒക്ടോബർ മാസം 5 അല്ലെങ്കിൽ ഒക്ടോബർ മാസം 10 ഈ ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ജയ് മഹീന്ദ്രൻ എന്ന് പറയുന്ന ഒരു വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. സോണി ലിവിലൂടെ ആദ്യമായിട്ട് റിലീസ് ചെയ്യുന്ന ഒരു വെബ് സീരീസ് ആണ് ദ ജയ് മഹീന്ദ്രൻ എന്ന് പറയുന്നത്. നമ്മുടെ സൈജു ഉറുപ്പ് കേന്ദ്രദാതാറായിട്ട് അഭിനയിക്കുന്ന ഒരു വെബ് സീരീസ് ആണ് ജയ് മഹീന്ദ്രൻ എന്ന് പറയുന്നത്. ഈ ഒരു വെബ് സീരീസ് ഈ വരുന്ന ഒക്ടോബർ മാസം 11 മലയാളം ഉൾപ്പെടെ 15 ഭാഷയിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു വെബ് സീരീസിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. വാഴൈ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ പൊൻവേൽ, കലൈരേഷൻ അതുപോലെ തന്നെ നിഖില വിമൽ എന്നിവർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ച് മാരിസ് അൻവിലാജൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു വാഴൈ എന്ന് പറയുന്നത്. ഒരു കൊച്ചു ചിത്രമായിരുന്നു വാഴൈ എന്ന് പറയുന്നത്. ചിൽഡ്രൻസ് ഡ്രാമ വിഭാഗത്തിൽ എടുത്താവുന്ന ഒരു കൊച്ചു ചിത്രമാണ് വാഴൈ എന്ന് പറയുന്നത്. ഈ ചിത്രം തമിഴ്നാട്ടിലാണ് തിയേറ്റർ റിലീസ് ചെയ്ത് കേരളത്തിൽ ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടില്ല. ഡിസ്നി ഹോട്ട്സ്റ്റാർ ആയിരുന്നു ചിത്രത്തിന്റെ പ്രൊഡ്യൂസറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒഫീഷ്യലി ഈ ചിത്രം ഈ വരുന്ന ഒക്ടോബർ മാസം 11 ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.